8ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും ഇവിടെ രസതന്ത്രത്തിൻ്റെ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സാണ് ഈ വീഡിയോയിൽ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്ന ഖരപദാർത്ഥം ഏത്? ഉത്തരം കർപ്പൂരം. ഉചിതമായ വിധം പൂരിപ്പിക്കുക. ഗ്ലൂക്കോസ് മോണോമറാണ്, സ്റ്റാർച്ച് പോളിമർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, രാസസമവാക്യം പൂർത്തീകരിക്കുക. Mg+H2O gives MgO plus H2. Magnesium plus water gives magnesium oxide plus hydrogen. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇലാസ്തിക സ്വഭാവമുള്ള പോളിമറാണ് റബ്ബർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, സൾഫ്യൂരിക് ആസിഡ് H2SO4 ആണ് സൾഫ്യൂരിക് ആസിഡ്. അതിൻ്റെ ഒരു തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം എത്ര? ഒരു H2SO4ൽ H 1 × 2, 1 × 2 2, പിന്നെ S 1 × 1 1, O 1 × 4 4. അപ്പോൾ 4 ഓക്സിജൻ ആറ്റങ്ങളാണ് H2SO4ൽ ഒരു തന്മാത്രയിൽ. ഇനി രണ്ടാമത്തെ 5 NH3ൽ അടങ്ങിയിരിക്കുന്ന ആകെ ആറ്റങ്ങളുടെ എണ്ണം 5 NH3, 5 × 1 നൈട്രജൻ, അപ്പോൾ 5 എണ്ണം. ഹൈഡ്രജൻ 5 × 3, അതായത് 15 എണ്ണം. അപ്പോൾ ടോട്ടൽ 20 ടോട്ടൽ വരുന്നത്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇരുമ്പ് വളയിൽ കോപ്പർ പൂശുന്ന പ്രവർത്തനത്തിൻ്റെ പേരാണ് വൈദ്യുത ലേപനം. ഈ പ്രക്രിയ ഒരു വൈദ്യുത രാസപ്രവർത്തനമാണ്. എന്തുകൊണ്ട്? ഈ പ്രക്രിയയിൽ ആൻസർ വൈദ്യുതി ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വൈദ്യുത ബൾബിൻ്റെ ഫിലമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏത്? ടങ്സ്റ്റൺ. ഈ ലോഹത്തിൻ്റെ ഏത് ഗുണമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? ഡക്റ്റിലിറ്റി. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ വലിച്ചു നീട്ടാനുള്ള കഴിവിനെയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്ന സാഹചര്യങ്ങളിൽ ജലത്തിൻ്റെ ഏത് ഗുണങ്ങളാണ് പ്രകടമാകുന്നത്? ഒന്ന്, വാഹനങ്ങളുടെ റേഡിയേറ്ററിൽ ജലം ഉപയോഗിക്കുന്നു, അതിൽ വിശിഷ്ട താപധാരിത. ബി, ജലത്തിൻ്റെ ചെറുതുള്ളികൾ ഗോളാകൃതിയിൽ കാണപ്പെടുന്നു, അത് പ്രതല ബലം. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൃത്രിമ നാരുകളുടെ സവിശേഷതകൾ ഏവ? ഒന്ന്, നനഞ്ഞാൽ വേഗത്തിൽ ഉണങ്ങുന്നു, പിന്നെ അത് ചുളുങ്ങുന്നില്ല. പത്താമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന പട്ടിക വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. മിശ്രിതം എ, ഘടകങ്ങളെ അരിച്ച് വേർതിരിക്കാൻ കഴിയില്ല, കടത്തിവിടുന്ന തീവ്രപ്രകാശത്തിൻ്റെ പാത ദൃശ്യമാണ്, കാണാൻ സാധിക്കും. മിശ്രിതം ബി, ഘടകങ്ങളെ അരിച്ച് വേർതിരിക്കാൻ കഴിയും. മിശ്രിതം സി, ഘടകങ്ങളെ അരിച്ച് വേർതിരിക്കാൻ കഴിയുന്നില്ല, കടത്തിവിടുന്ന തീവ്രപ്രകാശത്തിൻ്റെ പാത ദൃശ്യമല്ല. ഇവയിൽ ഏത് മിശ്രിതമാണ് യഥാർത്ഥ ലായനിയെ സൂചിപ്പിക്കുന്നത്? ഉത്തരം സി, മിശ്രിതം സി ആണ് യഥാർത്ഥ ലായനി. ബി ക്വസ്റ്റ്യൻ, കുറച്ചു നേരം അനക്കാതെ വയ്ക്കുമ്പോൾ ഏത് മിശ്രിതത്തിലെ കണങ്ങളാണ് അടിയുന്നത്? അത് ബി, മിശ്രിതം ബിയിലാണ്. ഇനി മൂന്നാമത്തെ, പാൽ ഇവയിൽ ഏത് തരം മിശ്രിതത്തിൽ പെടുന്നു? പാല് മിശ്രിതം എ ആണ്, അതായത് കൊളോയിഡ് സൊല്യൂഷനാണ്, കൊളോയിഡ്.
11ാമത്തെ ക്വസ്റ്റ്യൻ. ജലത്തിൻ്റെ 2 സാമ്പിളുകൾ നൽകിയിരിക്കുന്നു. സാമ്പിൾ 1 സോപ്പ് എളുപ്പത്തിൽ പതയുന്നു. സാമ്പിൾ 2 സോപ്പ് എളുപ്പത്തിൽ പതയുന്നില്ല. ഇവയിൽ ഏതാണ് കഠിനജലം? സാമ്പിൾ 2 ഇനി ബി ക്വസ്റ്റ്യൻ. ചുവടെ തന്നിരിക്കുന്നവയിൽ ജലകാഠിന്യത്തിന് കാരണമായ ലവണം ഏത്? അത് മഗ്നീഷ്യം ക്ലോറൈഡാണ്. 3ാമത്തെ സി ക്വസ്റ്റ്യൻ. ഏത് തരത്തിലുള്ള ജലകാഠിന്യമാണ് തിളപ്പിച്ച് മാറ്റാൻ കഴിയുന്നത്? താൽക്കാലിക കാഠിന്യം. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ. പ്ലാസ്റ്റിക്കിൻ്റെ 2 വകഭേദങ്ങളാണ് തെർമോപ്ലാസ്റ്റിക്കും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കും. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ഏത്? ബേക്കലൈറ്റാണ് ഉത്തരം. ഇനി തെർമോപ്ലാസ്റ്റിക്കും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കും തമ്മിലുള്ള വ്യത്യാസം. ഉത്തരം തെർമോപ്ലാസ്റ്റിക് ചൂടാക്കുമ്പോൾ മൃദുവാകുകയും തണുക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്നു. ചൂടാക്കുമ്പോൾ ഭൗതിക മാറ്റം സംഭവിക്കുന്നു തെർമോപ്ലാസ്റ്റിക്കിൽ. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിൽ നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്നു. അതാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. ചൂടാക്കുമ്പോൾ ഭൗതിക മാറ്റത്തോടൊപ്പം തന്നെ രാസമാറ്റവും ഈ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിൽ സംഭവിക്കുന്നു. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ന് വ്യാപകമായി അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ് ജലമലിനീകരണം. ജലജീവികൾക്കും ജലസസ്യങ്ങൾക്കും ശ്വസിക്കുന്നതിനാവശ്യമായ ഓക്സിജൻ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഉത്തരം ജലത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജൻ. ബി ക്വസ്റ്റ്യൻ. പുഴകളിലും കുളങ്ങളിലും തള്ളുന്ന മാലിന്യങ്ങൾ ജലജീവികളുടെ നാശത്തിന് കാരണമാകുന്നു. എങ്ങനെയെന്ന് വ്യക്തമാക്കുക. ജൈവ മാലിന്യങ്ങൾ അഴുകുന്നതിന് ജലത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജൻ ഉപയോഗിക്കുന്നതിനാൽ ഓക്സിജൻ്റെ അളവ് കുറയുന്നു. ഇനി സി ക്വസ്റ്റ്യൻ. ജലമലിനീകരണത്തിന് കാരണമാകുന്ന മറ്റേതെങ്കിലും കാരണം, അതായത് അമിത രാസവള പ്രയോഗം, ജലത്തിൽ അലിഞ്ഞു ചേരുന്ന കീടനാശിനികൾ, ഡിറ്റർജൻറ്റുകളുടെ അമിത ഉപയോഗം, നദികളിലെ വെള്ളത്തിൽ വാഹനങ്ങൾ കഴുകുമ്പോൾ.